അങ്ങനെ നമ്മുടെ തെറിയഞ്ഞാലിയത്തിനും പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടി. ആള് വലിയ മഹാനായി, സെലിബ്രിറ്റിയായി. ഏതാണ്ട് ആലഞ്ചേരിയുടെയും താഴത്തിൻ്റെയും ഒക്കെ ലെവലിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ ജീവന് സംരക്ഷണമാണ്. എനിക്ക് മനസ്സിലാകാത്തത് ഈ മരമാക്രിയെ ആർക്ക് വേണം? ആരാണ് ഈ മരമാക്രിയെ തല്ലിക്കൊല്ലാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ പ്രൊട്ടക്ഷൻ വാങ്ങിയിരിക്കുന്നത് ഒരു വ്യക്തിക്കെതിരെയാണ്, മനസ്സിലാക്കണം. ഇതിലേറ്റവും രസകരമായ സംഗതി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം സ്വന്തമായി തിരഞ്ഞെടുത്ത രണ്ട് കൈക്കാരന്മാരിൽ ഒരാൾക്കെതിരെയാണ് ഈ പരാതി. നോയൽ മേനാശ്ശേരി എന്നോ മറ്റോ പറഞ്ഞ ഒരു കൈക്കാരൻ, അദ്ദേഹമാണ് തന്നെ വധിക്കാൻ പ്ലാൻ ഇടുന്നത്, അദ്ദേഹത്തിൽ നിന്ന് വധഭീഷണി ഉണ്ട് എന്നും പറഞ്ഞാണ് കോടതിയിൽ നിന്ന് അദ്ദേഹം ഈ ഉത്തരവ് വാങ്ങിയെടുത്തിരിക്കുന്നത്. പോലീസ് സെക്യൂരിറ്റി ഒരു വ്യക്തിയിൽ നിന്ന് വധഭീഷണി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ അങ്ങ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ പോലീസ് വാണിംഗ് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. എന്തിന് ഇയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം, 24/7 പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ കേരളത്തിലെ കോർട്ട് രീതി അങ്ങനെയൊക്കെയാണ്. സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ജനക്കൂട്ടത്തിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് ഭയമുണ്ടെങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. ഇത് ഒരു സ്പെസിഫിക് വ്യക്തിയിൽ നിന്നാണ് ആരോപണമുള്ളത്. അപ്പോൾ ആ സ്പെസിഫിക് വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞെങ്കിൽ ആ ഭീഷണി തീർന്നു. പക്ഷേ ചെറിയൻ്റെ ആഗ്രഹം അതല്ലല്ലോ. പുള്ളിക്ക് സംരക്ഷണം വേണം. കാരണം പുള്ളിയുടെ ധാരണ ഇരിക്കുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരവും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെയാണ് തെറിയന് തെറ്റുപറ്റിപ്പോയത്. തെറിയൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, തെറിയൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലീസ് പ്രൊട്ടക്ഷൻ വെച്ചിട്ട് അദ്ദേഹത്തിന് ബസിലിക്കയിൽ കയറി എന്ത് തെമ്മാടിത്തരവും ചെയ്യുവാനുള്ള അവകാശമുണ്ടാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. ആ ധാരണ വളരെ തെറ്റാണ്. ഇദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് കരുതി ജോസ്കോയിൽ പോയിട്ട് അവിടെ ചെന്നുള്ള സ്വർണ്ണാഭരണം മുഴുവൻ എടുത്ത് ബാഗിലിടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഭീമായിൽ പോയിട്ട് സ്വർണ്ണം മുഴുവൻ എടുത്ത് പോക്കറ്റിലിടാൻ പറ്റുമോ? എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട്. അതുപോലെ തന്നെയാണ്. ഓക്കെ, അദ്ദേഹത്തിന് ജീവന് ഭീഷണിയില്ലെന്ന് പ്രത്യേകിച്ച് ഈ മേനാശ്ശേരിയിൽ നിന്ന് ഇല്ല എന്ന് പോലീസിന് ഉറപ്പുവരുത്താൻ മാത്രമേ പോലീസിന് അധികാരമുള്ളൂ. അല്ലാതെ ഇദ്ദേഹത്തിന് തോന്നിവാസ കുർബാന ചെല്ലാനോ അരമനയിൽ ബസിലിക്കയിൽ തെമ്മാടിത്തരം കാണിക്കാനുള്ള ലൈസൻസ് അതുകൊണ്ട് കിട്ടുന്നില്ല. അദ്ദേഹത്തിന് അവിടെ പ്രൊട്ടക്ഷൻ ഇല്ല. ഇത് തരിയൻ ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും സാഹസങ്ങൾക്ക് മുതിർന്നാൽ മതിയെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അതിരൂപത നേതൃത്വത്തിൻ്റെയും ഈ തെറിയൻ്റെയും ഒക്കെ പ്ലാന് വിശുദ്ധ വാരത്തിൽ അവിടെ എന്തെങ്കിലും അലങ്കോലങ്ങൾ സൃഷ്ടിക്കുക, അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ വിശുദ്ധ വാരം വരുമ്പോഴത്തേക്കും നമ്മുടെ ബിഷപ്പുമാർക്ക് ഇങ്ങനെയുള്ള കടി ഉണ്ടാകാറുള്ളതാണ്. അതനുസരിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുണ്ടാക്കും. അതിനുള്ള മുന്നോടിയായിട്ടുള്ള പ്രിക്കോഷൻസാണ്, മുൻകരുതലുകളാണ് ഈ തരിയൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവരുടെ ലക്ഷ്യം അപ്പോൾ എറണാകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവിടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നീക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. ഏതായാലും ഞാൻ നമ്മളുടെ വൈദിക മേലധ്യക്ഷന്മാരോടും അതുപോലെ തന്നെ ഈ തരിയത്തിനെ പോലെയുള്ള തെറിയന്മാരോടും ഞാൻ പറയുകയാണ്, മുന്നറിയിപ്പ് കിട്ടിയില്ല എന്ന് വേണ്ട. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയാൽ, ഈ വിശുദ്ധ വാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ പരിണിത ഫലം വളരെ തിക്തമായിരിക്കും. തിരിച്ചടി വരാൻ പോകുന്നത് നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കൂടിയായിരിക്കും എന്ന് ഈ കൽദായരും മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച്.